വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്, നല്ല തണവും. പാപ്പൂസിനെ പുറത്തുകൊണ്ട് പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പുറത്ത് വന്നിരുന്നത്. പക്ഷെ മഴ കുറയുന്ന കാണാനില്ല. അപ്പം പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞാൻ നേരെ അവളെ കൊണ്ടുപോയി കെട്ടിയിട്ടു കേട്ടോ. ഇനി മഴയൊക്കെ മാറിയിട്ട് പുറത്ത് കൊണ്ടുപോകാം. പിന്നെ ഇന്ന് നേരത്തോടെ പത്രം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ അതൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ടിരുന്നു. കാരണം ഇപ്പോൾ വിദ്യാർത്ഥികളുടെ എന്തോ സമരം നടക്കുന്നില്ലേ, അതൊക്കെ വായിച്ചിരുന്നു കേട്ടോ. ആദ്യം സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ആദ്യം തന്നെ വന്ന് നോക്കും പത്രം. വേറെ ഒന്നും അല്ല കേട്ടോ, സിനിമ പേജാണ് നോക്കുക. നല്ല സിനിമ ഉണ്ടെങ്കിൽ എനിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. എങ്കിലും അമ്മ തല്ലി വിടാന്ന് പറയില്ലേ, അതുപോലെ വിടും. പത്രം വായിച്ച് കഴിഞ്ഞപ്പോഴേക്കിൻ്റെ അമ്മ വിളക്ക് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അമ്മ വിളക്ക് വെക്കണതൊക്കെ നോക്കിയിരുന്നു. കണ്ണിന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. കാരണം കാലത്ത് തന്നെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. കൊതുകിൻ്റെ ശല്യം ഭയങ്കര ആയതുകൊണ്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ ഒരു രക്ഷയില്ല കേട്ടോ. അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് ഇരിക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു പതുക്കെ ഇനി നമുക്ക് അടുക്കളയിൽ പോവാന്ന്. കാരണം വേഗം പണി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഒരു സ്ഥലത്ത് വെറുതെ ഇരിക്കാമല്ലോ. രാവിലെ മഴ വീണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം മഴയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ഇരിക്കാം, നമുക്ക് ചായയൊക്കെ കുടിക്കാം, മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവും കേട്ടോ. പക്ഷേ മഴക്കാലം എന്ന് പറയൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ അങ്ങനെ മഴയൊന്നും കിട്ടാറില്ല. രാത്രിയാണ് മിക്കതും മഴ പെയ്യുക, അല്ലെങ്കിൽ ഇടനേരത്തെ എപ്പോഴെങ്കിലും പെയ്യും കേട്ടോ. അതും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പോൾ ഇന്ന് മഴ പെയ്തപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുക്കളയിൽ ഒരുവിധം പണികളൊക്കെ ഒതുക്കിയതിന് ശേഷം നമുക്ക് ചായയൊക്കെ കുടിച്ച് മഴയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ഇരിക്കാമെന്ന്. അമ്മ ഇപ്പോൾ ചോറ് കൊണ്ടുപോകാറില്ല കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റാണ് കൊണ്ടുപോകൽ. അതുകൊണ്ട് തന്നെ ചോറിൻ്റെ പണിയൊന്നും പതുക്കെ ചെയ്താൽ മതി. ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ ചട്നിയോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സാമ്പാർ വെക്കും കേട്ടോ. സാമ്പാർ വെച്ച് ഇപ്പം ഞാൻ സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ മറക്കൂല കേട്ടോ. കാരണം സാമ്പാർ വെക്കൽ മാത്രമാണ് എങ്ങനെ ചെയ്താലും ശരിയാവാത്തത്. പക്ഷെ ഇപ്പം ശരിയായിട്ട് വരുന്നുണ്ട്. പിന്നെ നേരെ വന്ന് ഇഡ്ഡലിയൊക്കെ അടുപ്പത്ത് വെച്ച് പരിപ്പൊക്കെ വേവിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് അച്ഛനുള്ള ചായ വെച്ച് കൊടുക്കാം. അച്ഛൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പം അച്ഛനുള്ള ചായ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സാധാരണ കുറേ ചായ കുടിക്കുന്ന ഒരാളാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റാലും എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ചായ വെച്ച് കുടിക്കാറുണ്ട്. പക്ഷെ അതത്ര നല്ല ശീലമല്ല എന്ന് എനിക്ക് തന്നെ തോന്നിയതുകൊണ്ട് ഞാൻ നിർത്തിയിട്ടോ. ഇപ്പോൾ ആകെ ഒരു ചായ കുടിക്കണുള്ളൂ. ഈവനിങ്ങിലാണ് കൂടുതലായിട്ടും ചായ അങ്ങനെ മൂന്നിക്കൊണ്ടിരിക്കൽ. അതും നിർത്തിയിട്ടുണ്ട് കേട്ടോ. എങ്കിലും ഇടയ്ക്ക് തോന്നുമ്പോൾ വെച്ച് കുടിക്കുന്നല്ലാണ്ട് കൊടുക്കലില്ല. ഞാൻ ആ ഒരു ചിന്ത തന്നെ മനസ്സിൽ നിന്ന് വിട്ടു കേട്ടോ. അപ്പോൾ പിന്നെ ആ ടെൻഡൻസി അങ്ങനെ വരാറില്ല. ഞാൻ ഒരുപാട് ചായ കുടിക്കുന്ന ആൾ തന്നെയായിരുന്നു കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് അലർജിയുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തണവിൻ്റെ സമയത്തൊക്കെ എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര തുമ്മലാണ് കേട്ടോ. അതിൽ നിന്ന് ആശ്വാസം കിട്ടാനായിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ച വഴിയാണ് ചൂടുള്ളത് എന്തെങ്കിലും കുടിക്കുക. ഒന്നില്ലെങ്കിൽ ഞാൻ രാവിലെ തന്നെ കഞ്ഞിവെള്ളം കുടിക്കും. അന്നൊക്കെ അമ്മ രാവിലെ എഴുന്നേക്കും കേട്ടോ. സ്കൂളിലൊക്കെ പോകേണ്ട ടൈമിൽ അമ്മ 4 മണിക്ക് എഴുന്നേറ്റ് ചോറൊക്കെ സെറ്റായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചായ കുടിക്കും. അതായിരുന്നു ചായ തുടങ്ങാനുള്ളൊരു ഇത്. പിന്നെ അങ്ങോട്ട് തുമ്മൽ കുറയൽ കണ്ടോടുകൂടി ഇഷ്ടംപോലെ ചായ കൂടി ആയിട്ടോ. രാവിലെ തന്നെ കട്ടച്ചായ കുറേ കുടിക്കുമായിരുന്നു. അതൊക്കെ ഇപ്പം നിർത്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ നല്ല കുട്ടിയായി. അങ്ങനെ ചടപടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ചായ മഴയത്ത് പോയി കണ്ട് ആസ്വദിച്ച് കുടിക്കാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും എൻ്റെ ആ പ്ലാൻ അങ്ങോട്ട് സെറ്റായില്ല. കാരണം ആ പെയ്ത മഴയല്ലാണ്ട് പിന്നെ മഴ പെയ്തില്ല കേട്ടോ. ഒരു 8 മണിക്ക് ആയപ്പോൾ മുതൽ ഇതേ ചെറിയ രീതിയിൽ വെയിലൊക്കെ ഉദിച്ച് വരുന്നുണ്ട്. വെറുതെ ആശിച്ച് മോഹിച്ചിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ചായ കുടിക്കൽ അങ്ങനെ ഡീറ്റെയിൽ ആക്കിയില്ല കേട്ടോ. പണിയുടെ ഇടയിൽ കൂടെ തന്നെ കുടിച്ച് തീർക്കുന്നുണ്ട്. സാമ്പാറൊക്കെ വെച്ച് അമ്മയ്ക്കുള്ള ഫുഡും സെറ്റാക്കി അമ്മേനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പതുക്കെ അരി കഴുകി അടുപ്പത്തിടാം. പെട്ടെന്ന് വേവുന്ന അരിയാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ തീയൊന്നും പിടിപ്പിക്കാൻ നിന്നില്ല. ഇപ്പം പിന്നെ റേഷൻ പീടികയിൽ നിന്ന് ഈ വെള്ളരി തന്നെ കിട്ടുന്നത് കേട്ടോ. അതെന്തായാലും ലാഭമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അരിയാണ് കേട്ടോ. ചോറൊക്കെ വെന്തതിന് ശേഷം ഇനി നമുക്ക് വേറെ പണികളൊന്നും ഇല്ല കേട്ടോ. ക്ലീനിങ് ഒക്കെ അമ്മ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് അലക്കി കുളിക്കണം. സാധാരണ അമ്മ അലക്കി വെക്കാറുണ്ട്. പക്ഷെ ഇന്ന് അമ്മ അലക്കാനുള്ള നേരമില്ലായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ നല്ല മഴയായിരുന്നല്ലോ. അപ്പം അമ്മ അത് നിന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അലക്കിയിടാന്ന്. പിന്നെ നല്ല വെയിൽ ഉദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഉണങ്ങി കിട്ടും. ഇപ്പം ആകെപ്പാടുള്ളൊരു ആശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ നന്നായിട്ട് ഉദിക്കുന്നതുകൊണ്ട് തുണികളൊന്നും അങ്ങനെ അവിടെ ഇവിടെയും കൂട്ടിയിടേണ്ട ആവശ്യം വരാറില്ല. ഞാൻ അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ സുലുമായി നമുക്ക് പാരിജാതത്തിൻ്റെ പൂ കൊണ്ടു തന്നത്. നല്ല മണമാണ് കേട്ടോ. എന്നോട് കെട്ടി തലയെ വെച്ചോളാൻ പറഞ്ഞതാണ്. എനിക്ക് മുല്ലപ്പൂ കെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ നന്നായി കെട്ടും ചെയ്യും. അങ്ങനെ അതൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗണപതിയുടെ അവിടെ കൊണ്ടുവന്ന് വെച്ചു. നല്ല പൂട്ടാണ്, നല്ല മണമുണ്ട്. പിന്നെ ഞാൻ നേരെ നമ്മുടെ സുലുമായുടെ ടെറസിൻ്റെ മുകളിൽ തന്നെ നമ്മുടെ തുണികൾ കൊണ്ടുപോയി വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ എൻ്റെക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ മറ്റൊരു വ്ളോഗായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. സീ.